വെൽക്കം ബാക്ക് ടു അദീനി നെറ്റ്വർക്ക് പാർട്ട് 2. നമ്മൾ പാർട്ട് 1-ൽ ടെലിഗ്രാം വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് കാണിച്ചതെങ്കിൽ, ഈ വീഡിയോയിൽ ഡയറക്റ്റായിട്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക എന്നുള്ള രീതിയാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കോ ആപ്പിൾ സ്റ്റോറിലേക്കോ പോകാം. പ്ലേ സ്റ്റോറിൽ പോയി അദീനി നെറ്റ്വർക്ക് എന്ന് നമ്മൾ സെർച്ചിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അദീനി നെറ്റ്വർക്കിൻ്റെ ലോഗോയുടെ കൂടി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ റെഫറൽ കോഡ് വെക്കാം. അത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജെം കോയിൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. അലോ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന സൈനപ്പ് വിത്ത് ഇമെയിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫുൾ പേര് അടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, റഷീദ്. ഇമെയിൽ അടിക്കുക, ആ വ്യക്തിയുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യുക. കാരണം ഇതേറിയത്തിൻ്റെ ലെയർ 2 മെയിൻ്റനൻസ് ആണ്. നല്ലൊരു പ്രൊജക്റ്റാണ്. നല്ല രീതിയിൽ പമ്പാവാനും നല്ല രീതിയിൽ നമുക്ക് എയിം ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അവിടെ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ടെലിഫോൺ നമ്പർ ചെയ്യുകയാണ്. അവിടെ 91 അടിക്കുമ്പോൾ തന്നെ നമുക്ക് താഴത്ത് ഭാരത് എന്ന് കാണാം. എന്നിട്ട് ടെലിഫോൺ നമ്പർ നമ്മൾ അടിക്കുക. ടെലിഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നേരെ സൈനപ്പ് എന്ന് വെച്ച് സൈനപ്പ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ താഴത്തേക്ക് റെഫറൽ കോഡ് അടിക്കാനുള്ളൊരു കോളം കൂടെ ഉണ്ട്. അപ്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ടെലിഫോൺ നമ്പർ അടിച്ചാൽ ഉടൻ തന്നെ സൈനപ്പിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് കളക്ഷൻ കിട്ടില്ല. റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ന്യൂമറിക് ഉണ്ടായിരിക്കണം, ക്യാരക്ടർ ഉണ്ടായിരിക്കണം. 2 പാസ്വേഡും അടിച്ചു. അപ്പോഴും നമ്മൾ സൈനപ്പ് ഞെക്കാൻ പാടില്ല. താഴത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, റെഫറൽ കോഡ് എന്നുള്ളത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. റെഫറൽ കോഡ് എന്നുള്ളത് അവിടെ ഉണ്ടാകും. ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലോ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എൻ്റെ റെഫറൽ കോഡ് ഉണ്ടാകും. അത് നമ്മൾ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് 52 തുടങ്ങുന്നതാണ് എൻ്റെ റെഫറൽ കോഡ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മെയിലിലേക്ക് OTP വരും. മെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ടൈപ്പ് ചെയ്യാനേ പാടുള്ളൂ. 27 87 1. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. വെൽക്കം ടു അദീനി നെറ്റ്വർക്ക്. നമുക്ക് സൈനപ്പായി കിട്ടി. ഇവിടെ സ്ട്രൈക്കിൻ്റെ ഇവിടെ റിസീവ് 5 ഉണ്ട്, ക്യൂസ്റ്റ് ഉണ്ട്, മൈനിങ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്ട്രൈക്കിൻ്റെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ജെം കോയിൻ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും വന്ന് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വീതം കിട്ടും. പിന്നെ ക്യൂസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ചെക്ക് ഇൻ. ഇത് നിങ്ങൾക്ക് ഡെയിലി 24 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ടതാണ്. അപ്പോൾ 20,000 കോയിൻ വെച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ട്വിറ്ററിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 ജെം കോയിൻ കിട്ടും. പിന്നെ അവിടുന്ന് താഴത്തേക്ക് വന്നാൽ ഇവിടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടോ, അതും ക്ലെയിമബിൾ ആണ്.
എല്ലാ ദിവസവും 10% വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ തൊട്ടിപ്പുറത്ത് തന്നെ മൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ക്യൂസിൻ്റെ തൊട്ടിപ്പുറത്ത്. അവിടെ നമുക്ക് ടാപ്പ് ചെയ്യാം, ഓട്ടോമാറ്റിക് മൈനിങ് മോഡ് സ്റ്റാർട്ടാകും. ഇതിപ്പോൾ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ മുകളിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജെം കോയിൻ കളക്ട് ചെയ്യാം ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ആ ടാപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് യുവർ നോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് നമുക്ക് സ്റ്റാർട്ടാക്കാം. എല്ലാ 12 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് മൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെം കോയിൻ കളക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ജെം കോയിനെ നമുക്ക് അദീനി നെറ്റ്വർക്കിൻ്റെ ATH എന്ന് പറഞ്ഞ കോയിനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗെയിമിംഗ് കളിക്കാം, ഇതിൻ്റെ അകത്ത് ബൈനറി ട്രേഡിംഗ് ഉണ്ട്, കാസിനോ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ ഈ കളക്ട് ചെയ്യുന്ന കോയിൻ വെച്ച് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് വീണ്ടും നമുക്ക് പ്രോഫിറ്റാക്കി മാറ്റാം. ATH കോയിനെ നമുക്ക് അവരുടെ തന്നെ P2P മെത്തേഡ് വഴി നമുക്ക് ഡോളറാക്കി കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതേറിയത്തിൻ്റെ ലെയർ 2 പ്രൊജക്റ്റാണ്. ഭാവിയിൽ നല്ല രീതിയിൽ വരാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ഫ്രീ മൈനിങ് ആപ്പാണിത്. തികച്ചും ഫ്രീ ആണ്, 100% ഫ്രീ ആണ്. വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രീമിയം പ്ലാൻ എടുത്തുകൊണ്ട് നമ്മുടെ മൈനിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാം. ആൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് $5 മുടക്കി USDT കൊടുത്തു ബ്രൗൺസ് എന്ന പ്രീമിയം പാക്കേജ് എടുത്തു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് മൈനിങ്ങിന് സ്പീഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ അവർക്കും ഇത് കിട്ടും, റിവാർഡ് ഫ്രീ ആയിട്ട് റിവാർഡ് കിട്ടും, നിങ്ങൾക്കും അതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും. ഉണ്ടോ പ്രീമിയം പാക്കേജ് $5 $35 അങ്ങനെ പോകും. നിങ്ങൾ ചെയ്യേണ്ടതില്ല, വേണവർക്ക് ചെയ്യാം. വേണ്ടവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ട് തന്നാൽ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാവുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് ചെയ്യുക, ഒരു കാശും ഇതിനില്ല. ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യുന്ന ജെമ്മിനെ നമുക്ക് ATHലേക്ക് കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വന്ന് സ്ട്രൈക്ക് ചെയ്യുക, ക്വസ്റ്റ് ചെയ്യുക, മൈനിങ് ചെയ്യുക. ഇത്രയും ഒന്ന് ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. പിന്നെ സമയം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ടാപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ജെം കോയിനെ കളക്ട് ചെയ്യാം. നല്ലൊരു പ്രൊജക്റ്റാണ്, ആരും വിട്ടുകളയരുത്. ഇങ്ങനെ വരുന്ന ഫ്രീ കോയിനുകൾ ഒന്നും ആവില്ല എന്ന് പല ആൾക്കാർക്കും ധാരണയുണ്ട്. പക്ഷേ ഭാവിയിൽ നല്ല രീതിയിലേക്ക് ചില കോയിനുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ചരിത്രം അത് തെളിയിച്ചിട്ടുള്ളതാണ്. നല്ല പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ബൂമിംഗായി പോയിട്ടുമുണ്ട്. പല പ്രമുഖ എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രൊജക്റ്റുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുന്നവരൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.